രാജ്യത്ത് ചുമമരുന്ന് കഴിച്ചു മരിച്ച കുട്ടികളുടെ എണ്ണം 24ആയി. കാഞ്ചീപുരത്ത് മരുന്ന് നിർമ്മിച്ചതിൽ നിയമലംഘനം നടന്നു എന്നാണ് തമിഴ്നാട് ഡ്രഗ് കൺട്രോളറുടെ റിപ്പോർട്ട്. മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാരുകൾക്കാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ 24നോട് പറഞ്ഞു. കാഞ്ചീപുരത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് മരുന്ന് നിർമ്മിച്ചതെന്നും രാസവസ്തുക്കളുടെ നിയമവിരുദ്ധമായ ഉപയോഗം നടന്നതായും തമിഴ്നാട് ഡ്രഗ് കൺട്രോളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കാഞ്ചീപുരത്തെ കോൾഡ്രഫ് നിർമ്മാതാവ് ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമകളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി രാജേന്ദ്ര ശുക്ല പറഞ്ഞു. സർക്കാർ बहुत सख्त है. आरोपी कंपनी जो दवाई बनाने वाली कोल्ड्रिफ बनाने वाली कंपनी है उसके ओनर को गिरफ्तार करने के लिए छिंदवाड़ा से पुलिस की टीम चेन्नई और कांचीपुरम पहुंच चुकी है और कड़ी से कड़ी कार्रवाई की जा रही है. ചുമമരുന്ന് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുട്ടികൾ മരിച്ചതിൽ മുഴുവൻ ഉത്തരവാദിത്തവും സർക്കാരുകൾക്കെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് RV അശോകൻ വിമർശിച്ചു. ഡോക്ടറെ അറസ്റ്റ് ചെയ്ത തീരുമാനം അടിയന്തരമായി തിരുത്തണം. എന്റെ മുഴുവൻ ഉത്തരവാദിത്തവും സർക്കാരുകൾക്കും അല്ലാതെ നിയന്ത്രിക്കേണ്ട ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റീസിന്റെ ഒരു ഫെയിലിയറാണ്, ഒരു വൻ പരാജയം തന്നെ പറയാം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളിൽ 1% താഴെ മാത്രമാണ് ഗുണനിലവാരത്തിന് വേണ്ടി പരിശോധിക്കുന്നത്. മരുന്ന് നിർമ്മിച്ച ഫാർമസി ഉടമ, ഗുണനിലവാരം പരിശോധിക്കാതെ ലൈസൻസ് നൽകിയ അധികൃതർ എന്നിവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നും RV അശോകൻ പറഞ്ഞു. വിനീത VG 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.